കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരും. അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ജീവിതത്തിൽ ദൈവവചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടുന്നതിനാൽ, സംസാരിക്കുന്നതിനാൽ, ഞങ്ങളെ രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ വചനാധ്യാനം ഞങ്ങൾക്ക് ആശ്വാസമായും ധൈര്യമായും ബലമായും പുതുജീവനായും അവിടുന്ന് നൽകണം. ഞങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ബലഹീനരാണ്, കർത്താവ് ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ശക്തീകരിക്കണം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം യേശുനാഥൻ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ഈ അനുഗ്രഹീതമായ ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകുന്നതിൽ ദൈവത്തെ സ്തുതിക്കും. പ്രിയപ്പെട്ട എ.ജി. മാത്യൂസിന്റെ സാന്നിധ്യവും ഏറെ അനുഗ്രഹമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ സാന്നിധ്യ അച്ഛൻ്റെ നേതൃത്വം ലഭ്യമായല്ലോ. പ്രത്യേകം ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കും. ഇന്ന് സഭ മിഷൻ സൺഡേ ആയി വേർതിരിച്ചിരിക്കുന്ന ദിവസമാണ്. സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതായുള്ള ദിവസമാണ്. കൽപ്പന മുഖാന്തരം കേട്ടതുപോലെ ഭദ്രാസനമായി സുവിശേഷ നിധി ഡേ ആയിട്ട് വേർതിരിച്ചിരിക്കുന്ന ദിവസമാണ്. ഭദ്രാസനത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്ന് ഇടവകയായി നാം ഹാർവസ്റ്റ് ഫെസ്റ്റിവലായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. ആണ്ടിലൊരിക്കൽ ദൈവം നൽകിയിട്ടുള്ള വിഭവങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് നന്ദി കരയറ്റുന്നതായുള്ള, സ്തോത്രം അർപ്പിക്കുന്നതായുള്ള ശ്രേഷ്ഠമായ പാരമ്പര്യം ആണ്. ഇടവയുടെ ക്രമീകരണം അനുസരിച്ച് ഹാർവസ്റ്റ് ഫെസ്റ്റിവലിലൂടെ ലഭിക്കുന്നതായ തുക മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചിലവിടുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും മിഷൻ സഭയുടെ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു ദിനമായി ഇന്ന് നാം കൂടി വന്നിരിക്കുകയാണ്. സുവിശേഷം സകലർക്കും എന്നുള്ളതാണ് ഇന്ന് സഭ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വിഷയം. നാം ജീവിക്കുന്ന ഇടങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതവും ശുശ്രൂഷയും അനേകർക്ക് ഗുഡ് ന്യൂസായി, സുവിശേഷമായി മാറുവാനായിട്ട് കഴിയും. അടുത്ത ബുധനാഴ്ച 6-ാം തീയതി ഓഗസ്റ്റ് 6 സഭ മറുരൂപ മലയുടെ അനുഭവത്തെ, കർത്താവിന്റെ മറുരൂപ മലയുടെ അനുഭവത്തെ ഓർക്കുന്ന ദിവസമാണ്, ഡേ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. ഇതെല്ലാം കൂടെ ബന്ധപ്പെടുത്തി ഇന്നത്തെ ചിന്ത ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വായിച്ചു കേട്ടതായ സുവിശേഷ ഭാഗത്തോട് ചേർന്ന് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിക്കും. Gospel according to St. Mark chapter 9 verses 2-8. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ച് കൊണ്ടുപോയി. അവരുടെ മുൻപാകെ രൂപാന്തരം. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തവണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷനായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു. പത്രോസ് യേശുവിനോട്, റബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. താൻ എന്ത് പറയേണ്ടു എന്ന് അവൻ അറിഞ്ഞില്ല. അവർ ഭയപരവശരായി. പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിൽ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പി എന്ന മേഘത്തിന് ശബ്ദവും ഉണ്ടായി. പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയപ്പോൾ തങ്ങളോടുകൂടെ യേശുവിനെ അല്ലാതെ ആരെയും കണ്ടില്ല. സഭയുടെ വീക്ഷണത്തിലും ക്രിസ്തു വിശ്വാസത്തിലും സഭയുടെ ദൗത്യ നിർവഹണത്തിലും വളരെ സംഗതമായുള്ള സ്ഥാനമുള്ള
കർത്താവിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ട്രാൻസ്ഫിഗറേഷൻ അല്ലെങ്കിൽ രൂപാന്തരീകരണം എന്നുള്ളത്. യുഗാന്ത്യത്തിലെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ഒരു മുൻകുറിയായി, ഫോർടേസ്റ്റായി നമ്മൾ ഈ പ്രത്യക്ഷതയെ കാണുന്നു. നമുക്കറിയാം, കർത്താവ് ശിഷ്യന്മാരോടൊപ്പം, പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ഒപ്പം പ്രാർത്ഥിക്കാനായിട്ടാണ്. He transfigured while he was praying. പ്രാർത്ഥനയുടെ മധ്യത്തിൽ അവൻ രൂപാന്തരീകരണം സംഭവിക്കുക. As he humbled to pray, he was exalted. പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലയെ വണക്കിയപ്പോൾ, വിനയപ്പെട്ടപ്പോൾ ദൈവത്താൽ ഉയർത്തപ്പെടുന്നതായുള്ള, മഹത്വീകരിക്കപ്പെടുന്നതായുള്ള അനുഗ്രഹീതമായ അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ പ്രാർത്ഥന രൂപാന്തരീകരണമാണ്. യേശുവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഓരോ പ്രധാന സംഭവങ്ങളുടെ മുമ്പിലും ദീർഘനേരം പ്രാർത്ഥനയ്ക്കായി ചെലവിടുന്നതായ കർത്താവിനെ നമ്മൾ കാണും. അനുദിന ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒന്നാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുകയും ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്യുക. ഇവിടെ യേശു പ്രാർത്ഥിക്കുന്നു, അത് ഒരു രൂപാന്തരീകരണമായി മാറുകയാണ്. ഇവിടെ വായിച്ച് കേട്ടതുപോലെ കർത്താവിന്റെ മുഖം മാറുന്നു, വസ്ത്രം തിളങ്ങുന്നു. ചരിത്രത്തിലെ ശ്രദ്ധേയമായ നേതാക്കളായിരുന്ന മോശയും ഏലിയാവും പ്രത്യക്ഷനാകുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ആകമാനം ഒരു ദൈവിക അനുഭവത്തിന്റെ, ദൈവികമായ ദർശനത്തിൻ്റെതായുള്ള വലിയ അനുഭവം അവിടെ ശിഷ്യന്മാർക്ക് അനുഭവവേദ്യമാകുക. മോശയും ഏലിയാവും നമുക്കറിയാം ശ്രദ്ധേയമായ നേതൃത്വം നൽകിയതായ ആളുകളാണ്. അവരെക്കാൾ ഉന്നതമായ, അവരെക്കാൾ പ്രഭയോട് കൂടിയതായ കർത്താവിനെ ശിഷ്യന്മാർക്ക് കാണാൻ കഴിയുക. മേഘം അവരെ മൂടുകയാണ്. അവരെ ശബ്ദം കേൾക്കുകയാണ്, ദൈവശബ്ദം കേൾക്കുകയാണ്. This is my beloved son, listen to him. ഇതെന്റെ പ്രിയപുത്രനാണ്, അവന് ചെവി കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഈ 3 ശിഷ്യരെ സംബന്ധിച്ചോളം it was a great experience as they were able to understand the nature and meaning and mission of Jesus Christ. കർത്താവിന്റെ ദൗത്യം എന്താണ് എന്ന് അവരെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. കർത്താവ് ആരാണെന്ന് അവരെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. കർത്താവിന്റെ മഹത്വം എന്താണ് എന്നുള്ളത് അവരെ വെളിപ്പെടുത്തി കൊടുക്കുക. താബോർ മലയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. 2 കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെടുത്തി പറയാനാണ് ശ്രമം. മൗണ്ടൻ എക്സ്പീരിയൻസ് ലീഡ്സ് ടു ട്രാൻസ്ഫോർമേഷൻ. ഈ മലമുകളിലെ അനുഭവം രൂപാന്തരത്തിലേക്ക് നയിക്കുക. മലമുകളിലെ അനുഭവം ആകമാനമായ രൂപാന്തരത്തിലേക്കുള്ളതായ ഒരു മുഖാന്തരമായി മാറുകയാണ്. കർത്താവും ശിഷ്യരും പ്രാർത്ഥനയ്ക്കായിട്ടാണ്. പ്രാർത്ഥന ശക്തിയാണ് നമ്മൾ സാധാരണ പറയാം. കർത്താവ് സഹിക്കേണ്ടതായ പീഡാനുഭവങ്ങളിൽ അല്ലെങ്കിൽ മുമ്പിലുള്ളതായ ക്രൂശിലേക്കുള്ളതായ യാത്രയിൽ ശക്തി സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ആയിട്ട് നമുക്കിതിനെ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ആത്യന്തികമായ വിജയത്തിനുള്ള ഒരു മുഖാന്തരമായി കർത്താവ് പ്രാർത്ഥനയെ കാണും. ശിഷ്യന്മാർ ആ വിധത്തിൽ പ്രാധാന്യം കണ്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥന കർത്താവിന്റെ ഒരു രൂപാന്തരീകരണത്തിന് കാരണമായി തീരുകയാണ്. യേശു കർത്താവിന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ അത് കാണുന്നുണ്ട്. മലമുകളിലെ പ്രാർത്ഥന അനുഭവം യേശു കർത്താവിനെ ശക്തീകരിക്കുക. ഇത്രയും ഉയർന്ന മലകൾ, മൗണ്ടൻസ് എന്ന് പറയുന്ന വേദപുസ്തക പശ്ചാത്തലങ്ങൾ പഠിക്കുമ്പോൾ ദൈവം വെളിപ്പാടുകൾ നൽകുന്ന, മനുഷ്യരുമായി സംവദിക്കുന്നതായുള്ള ഇടമാണ് ഉയർന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന മലകൾ എന്ന് പറയും. അതുകൊണ്ട് വേദപുസ്തക പശ്ചാത്തലത്തിൽ ഉയർന്ന മലകൾ, ഉയർന്ന ഇടങ്ങൾ ദൈവിക വെളിപ്പാടുകളുടെ ഇടങ്ങളായി മാറുകയാണ്. ഇവിടെ ഈ ഉയർന്ന ഇടം ശിഷ്യന്മാർക്ക് പുതിയ വെളിപ്പാടുകൾ നൽകുന്നു. ഒപ്പം ഒരു രൂപാന്തരത്തിൻ്റെതായ അനുഭവം അവിടെ നൽകുകയാണ്. ശിഷ്യന്മാർ പലപ്പോഴും കർത്താവിനോടൊപ്പം പ്രാർത്ഥിക്കാൻ കഴിയുന്നു, ഉറങ്ങുന്നുണ്ട്. ഉറക്കം പരാജയത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ പത്രോസ് പറയുന്നു, നമുക്ക് 3 കൂടാരം ഉണ്ടാകാം, സന്തോഷമായിട്ട് ഇവിടെ വസിക്കാം.
എന്നാൽ ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, അവന് ചെവി കൊടുക്കുക. അതുകൊണ്ട് മലമുകളിലെ അത്ഭുതത്തെക്കാൾ യേശുവിൽ നിന്ന് കേൾക്കുവാനായിട്ടും ശ്രദ്ധിപ്പാനായിട്ടുമുള്ളതായ ഒരു ആഹ്വാനമാണ് ഇവിടെ നൽകുന്നത്. കർത്താവ് പൗലോസിന് പ്രത്യക്ഷനായ സന്ദർഭം നമുക്കറിയാം. ദമസ്കോസിലേക്കുള്ളതായ യാത്രയിൽ തേജോമയനായ യേശുവിന്റെ മുഖം ദർശിച്ചതായുള്ള പൗലോസ് രൂപാന്തരപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുകൊണ്ട് തേജോമയനായ യേശുവിന്റെ മുഖം ദർശിക്കുവാനായുള്ള സന്ദർഭമായി പ്രാർത്ഥനയെ നമുക്ക് കാണാനായിട്ട് കഴിയും. അത്ഭുതത്തെക്കാൾ അമാനുഷികമായ ചില അനുഭവങ്ങളെക്കാൾ ഉപരിയായി നമുക്ക് ദൈവത്തിന്റെ മുഖം ദർശിക്കാനായിട്ട് അനുഭവമായി പ്രാർത്ഥന മാറേണ്ടത് ആവശ്യമാണ്. ട്രാൻസ്ഫിഗറേഷൻ ലീഡ്സ് ടു ട്രാൻസ്ഫോർമേഷൻ. മലമുകളിലെ ഈ ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കുകയാണ്, രൂപാന്തരത്തിലേക്ക് നയിക്കുകയാണ്. ബട്ട് അത് സാധ്യമാകണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ ഈ കർത്താവിനെ ദർശിപ്പാനായിട്ട് നമുക്ക് കഴിയണം. ഇവിടെ പ്രാർത്ഥന കാര്യസാധ്യത്തിനുള്ള വേളയല്ല. പ്രാർത്ഥന നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് പറയാനായിട്ടുള്ള ഒരു സന്ദർഭമല്ല. പ്രാർത്ഥന അത്ഭുതത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ദൈവത്തെ കാണാനും അതിലൂടെ രൂപാന്തരപ്പെടാനായിട്ടുള്ള ഒരു അവസരമായി മാറേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തെ കേൾക്കണം, ദൈവത്തെ കാണണം. അത് നമ്മുടെ ജീവിതത്തിന് രൂപാന്തരമായി മാറും. ഇവിടെ മലമുകളിലെ അനുഭവം കർത്താവിന്റെ രൂപാന്തരീകരണം സംഭവിക്കുന്നു, ഒപ്പം ശിഷ്യന്മാരിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവങ്ങളിൽ, ദൈവ സാന്നിധ്യ ഇടങ്ങളിൽ കൂടി വരുമ്പോൾ it should be a place of transformation, രൂപാന്തരത്തിന്റെ ഇടങ്ങളായി മാറും. രണ്ട്, mountain experience gives a new vision about the mission. ദൗത്യത്തെ കുറിച്ചുള്ളതായ പുതിയ ദർശനം നൽകിയാണ്. പത്രോസ് ഇവിടെ പറയുന്നു 3 കൂടാരം ഉണ്ടാക്കാം. അതിനുമ്പേ പറയുന്നുണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത്. പറയാൻ കാരണം നമുക്കറിയാം. കർത്താവ് ഇതിനു മുമ്പ് പറയുന്നുണ്ട് ക്രൂശിനെ കുറിച്ചൊക്കെ പറയുന്നത്. 8-ാം അധ്യായം 32-33 വാക്യം 32-33 അവിടെ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നുണ്ട്, അവൻ ഈ വാക്ക് തുറന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് വേറിട്ട് കൊണ്ടുപോയി 31-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവരെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ എഴുത്തുനിൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു. കർത്താവ് ഏൽക്കുവാൻ പോകുന്ന ക്രൂശിനെ കുറിച്ചുള്ളതായ ചില ചിന്തകൾ നൽകിയപ്പോൾ ഒരുപക്ഷെ ശിഷ്യന്മാർ ഡിസ്റ്റർബ്ഡായി. തങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടാൻ പോവുകയാണ്, തങ്ങളുടെ നാഥൻ തങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകും. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന നല്ലത്, താഴോട്ട് പോയാലേ ഇതെല്ലാം സംഭവിക്കുള്ളൂ. അതുകൊണ്ട് കൂടാരം ഉണ്ടാക്കി ഇവിടെ കഴിയാം. 3 കുടിലുണ്ടാക്കാന്നാണ്. 1 കർത്താവിന്, 1 ഏലിയാവിന്, 1 മോശയ്ക്ക്. തങ്ങൾ കൂടാരത്തിന്റെ ആവശ്യം പോലും ഇല്ല. നമ്മളത് ഒരു കൂടാരം കൂടെ പറഞ്ഞല്ലേ. എന്നാൽ പത്രോസിനെ സംബന്ധിച്ചോളം തങ്ങൾക്ക് കൂടാരം ഇല്ലെങ്കിലും വേണ്ടിയല്ല, ഈ മലയുടെ മുകളിൽ ഇരുന്നാൽ മതി. അപ്പോൾ പ്രശ്നമില്ല, പ്രയാസമില്ല, വെല്ലുവിളിയില്ല, ഉപദ്രവവും പീഡനവും ഒന്നുമില്ല. അതുകൊണ്ട് സന്തോഷകരമായ ഇടത്ത് ഇരുന്നാൽ മതി എന്ന് ചിന്തിക്കുക. നമുക്കറിയാം സന്തോഷകരമായ അനുഭവമാണ്. കർത്താവ് ഇതുവരെ അവർ കാണാത്തതുപോലെ തിളങ്ങി നിൽക്കുന്നതായ ഒരു അനുഭവം. അത്ഭുതകരമായ ദൈവ സാന്നിധ്യം അവർക്കുണ്ടാകും. ചരിത്രത്തിലെ അതിശ്രേഷ്ഠന്മാർ അവരോടൊപ്പം നിൽക്കുകയാണ്. അവിടെ ദൈവ സാന്നിധ്യമുണ്ട്, ദൈവ ശബ്ദമുണ്ട്, അവിടെ എല്ലാം കൊണ്ട് വളരെ ആകർഷകമായ ഒരു അനുഭവം. അതുകൊണ്ട് സന്തോഷമായി ഈ മലമുകളിൽ ഇരുന്നാൽ മതി എന്ന് അവർ കരുതുകയാണ്. മലകളും കുന്നുകളും കുളിർമ പകരുന്നതാണ്, സന്തോഷകരമായ അനുഭവങ്ങൾ നൽകുന്നതാണ്. brings joy in mind. എന്നാൽ താഴ്വരകൾ എന്ന് പറയുന്നത് വെല്ലുവിളികളുടെ, there are challenges, pain, sorrows, വേദനയും രോഗവും ദുഃഖവും എല്ലാം താഴ്വരകൾ. ഇവിടെ മലമുകളിൽ ഇരുന്നാൽ മതി, താഴോട്ട് പോയാലേ ഉള്ളൂ ഇതെല്ലാം പ്രശ്നം. പലപ്പോഴും നമ്മുടെ മനോഭാവങ്ങളും ജീവിതത്തിലാണ്. മലമുകളിൽ ഇരിക്കുന്നതായ സന്തോഷത്തിൽ ഇരിക്കാൻ, താഴ്വരകളിലെ വെല്ലുവിളിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനായിട്ട് പലപ്പോഴും നമ്മളും പരിശ്രമിക്കുന്ന ആളുകളാണ്. പത്രോസ് ക്രൂശിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ വിമുഖത കാട്ടിയതായ ഒരുവനാണ്. അതുകൊണ്ട് കർത്താവിനെ വേറിട്ട് കൊണ്ടുപോയി ശാസിക്കുന്നതായിട്ടൊക്കെ നമ്മൾ, ഉപദേശിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ചോളം താൽക്കാലികമായ സംതൃപ്തിയാണ്. അതുകൊണ്ട് കൂടാരം ഉണ്ടാക്കി ഇവിടെ ഇരിക്കാം, ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ്
ടെമ്പറൽ സാറ്റിസ്ഫാക്ഷൻ, ടെമ്പറൽ സെക്യൂരിറ്റിയാണ് അവൻ നോക്കുന്നത്. എന്നാൽ യേശു കർത്താവിന്റെ ശുശ്രൂഷ താഴ്വരയിലാണ്, മലമുകളിലല്ല, താഴ്വരയിലാണ്, വേദനയുടെ മധ്യത്തിലാണ്, വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതാണ്, താഴ്വരകളിലെ ദുരിതങ്ങളുടെ മധ്യത്തിലാണ്. അതുകൊണ്ട് ഈ മലമുകളിൽ കുടുങ്ങിക്കൂടാൻ പാടില്ല. താഴ്വരകളിലേക്ക് യാത്ര ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. ഇന്ന് സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ നമ്മൾ കേട്ടു, കർത്താവ് തന്റെ ശുശ്രൂഷയുടെ ദൗത്യത്തിന്റെ വലിയൊരു പ്രഖ്യാപനമാണല്ലോ യെശയ്യാ പ്രവചനത്തിലൂടെ വായിച്ച് കേൾപ്പിച്ചത്. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാൻ, കർത്താവിന്റെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചു. വേദനിക്കുന്നവരുടെ മധ്യത്തിൽ, ബദ്ധന്മാരുടെ ഇടയിലാണ്, രോഗികളുടെ ഇടയിലാണ്, ദരിദ്രരുടെ ഇടയിലാണ് കർത്താവിന്റെ ശുശ്രൂഷ. കർത്താവിന്റെ ശുശ്രൂഷ മലമുകളിലല്ല, താഴ്വരകളുടെ വേദനകളുടെ മധ്യത്തിലാണ്, വെല്ലുവിളികളുടെ മധ്യത്തിലാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മുടെ സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്നും വെല്ലുവിളികൾ നിറഞ്ഞതായ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഒരു ആഹ്വാനം. സഭ മിഷൻ സൺഡേ ആയിട്ട് ആചരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സുരക്ഷിതമായ ഇടങ്ങളിൽ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുക. വെല്ലുവിളികൾ നിറഞ്ഞതായ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പലപ്പോഴും നമുക്ക് കഴിയാം. നമ്മുടെ സുരക്ഷിതം നഷ്ടപ്പെടുന്ന ഒന്നും ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. നമുക്കുള്ള വിഭവങ്ങൾ നഷ്ടപ്പെടാൻ പലപ്പോഴും നമ്മൾ താല്പര്യപ്പെടാം. എന്നാൽ കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്നത് താഴ്വരകളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഈ സുന്ദരമായ ജീവിത ഇടങ്ങളിൽ ഒതുങ്ങിക്കൂടുവാനായിട്ടല്ല, മറിച്ച് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഭംഗിയായി നിർവഹിപ്പാൻ വേദനിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള വലിയ ആഹ്വാനം. അങ്ങനെ അനേകരുടെ ചരിത്രം ഒരുപക്ഷെ നമുക്ക് പറയാനുണ്ട്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്? അവിടെ നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണെന്ന ബോധ്യത്തോടുകൂടി നമുക്ക് വേദനിക്കുന്നവരെ കാണാനും അവരെ ആശ്വസിപ്പിക്കാനും കർത്താവ് ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നല്ല സാക്ഷ്യം വഹിക്കാനായിട്ട് നമുക്ക് ഇടയാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളും വിഭവങ്ങളും പങ്കുവയ്ക്കുവാൻ നമുക്ക് ഇടയാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ ലെഫ്റ്റ് ഓവേഴ്സ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ദൈവനാമത്തിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. നല്ല ഏറ്റവും ബെസ്റ്റ് ആണ് കൊടുക്കാൻ കഴിയും. കായിനും ഹാവേലും അർപ്പിക്കുന്നത് പോലെയാണ്. കായം കൊടുക്കുന്ന എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്നുള്ള മനോഭാവത്തിലൂടെ. ഹാവേലിന്റെ ബലി എന്ന് പറയുന്നത് നമുക്കറിയാം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് കൊടുക്കുന്നത്. അവൻ ഉണ്ടായതിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ സമർപ്പിക്കാനിടയാണ്. അവിടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ദൈവത്തിന് വേണ്ടി നൽകുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ ജീവിതമാകാം, നമുക്കതിന്റെ വിഭവങ്ങളാകാം, നമ്മുടെ മക്കളാകാം, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയും. താബോർ ഈ ദർശനത്തിൻ്റെതായ ഇടാണ്. താബോറിന് കർത്താവ് യാത്ര ചെയ്യുന്ന യെരൂശലേമിലേക്കാണ്, ക്രൂശിലേക്കാണ്. താബോറിൽ നിന്നും ശക്തി സംഭരിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് ക്രൂശിനെ ഏറ്റെടുക്കുവാനായിട്ടുള്ള വലിയ വെല്ലുവിളികളുടെ മധ്യത്തിലേക്കുള്ളതായ ഒരു യാത്രയാണ്. ട്രാൻസ്ഫിഗറേഷൻ ക്രൂശിലേക്ക് കർത്താവിനെ നയിക്കുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഫാദർ ബോബി ജോസ് ഈ വേദഭാഗത്തെ ധ്യാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, യെരൂശലേം കർമ്മത്തിന്റെ വഴിയാണ്, തിരസ്കരണത്തിന്റെയും ത്യാഗത്തിന്റെയും വഴിയാണ്. ധ്യാനത്തിന്റെ താബോർ കണ്ടവൻ മലമുകളിൽ കുടുങ്ങിക്കൂടാ. തേജസ്സുമായി കർമ്മത്തിന്റെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകണം. ദൈവത്തെ ദർശിച്ചതായ നമ്മെ സംബന്ധിച്ചോളും, ദൈവത്തിന്റെ മഹത്വം കണ്ടെത്തിയത് നമ്മെ സംബന്ധിച്ചോളും അതിൽ ഒതുങ്ങിക്കൂടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ധ്യാനത്തിന്റെ താബോർ കണ്ടവൻ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ്. വെല്ലുവിളികളുടെ മധ്യത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ്. ഉത്തരവാദിത്തങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമുക്ക് വിനയാന്യതരാകാം, കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ വിനയപ്പെടാം. കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ കർത്താവിന് വേണ്ടി നമ്മെ തന്നെ അർപ്പിക്കുവാൻ, നമുക്കുള്ളവയെ അർപ്പിക്കുവാൻ, കർത്താവിന്റെ സാക്ഷികളായി നിൽക്കാൻ നമുക്ക് ഇടയായി തീരട്ടെ. അതുകൊണ്ട് ദൈവ അനുഭവങ്ങൾ ഇറ്റ് ഷുഡ് ലീഡ് ടു ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരത്തിലേക്ക് നയിക്കും. മാത്രമല്ല ഇറ്റ് ഷുഡ് ലീഡ് ടു ന്യൂ വിഷൻ അബൌട്ട് മിഷൻ, ദൗത്യത്തിന്റെ പുതിയ മാനങ്ങൾ തേടുവാനായിട്ടുള്ള അവസരങ്ങളായി മാറണം. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും ദൈവ സ്ഥാനത്തിലേക്ക് അടുത്ത് വരുമ്പോൾ, ദേവാലയത്തിലേക്ക് അടുത്ത് വരുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ പുതിയ ദർശനങ്ങളിലേക്ക് നയിക്കപ്പെടുവാൻ വേണം. ഒരുക്കമുള്ളവരായിരിക്കാൻ, പ്രവർത്തിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കാൻ നമുക്കിടയായി. നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കൂടി ഒരു നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. വചനത്തിനനുസൃതമായി ജീവിപ്പാൻ, കർത്താവിന്റെ ഏൽപ്പിച്ചതായ ദൗത്യത്തിന്റെ അതിന്റെ നിർവഹണത്തിന്റെ ഭാഗമാകുന്നതാണ് നമുക്ക്
സമർപ്പിതരായി തീരാൻ ദൈവം നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. ഒരാൾക്ക് പ്രാർത്ഥന.